എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാണ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റും. ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ചോക്ലേറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇല്ലാതെയുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സോസ് പാനിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ എന്ന് പറയുന്നത് വെണ്ണ. അപ്പോൾ ഈ വെണ്ണ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം ബട്ടർ ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പഞ്ചസാര ഇതുപോലെ ആകും ബട്ടറിൽ ഇടുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിഡോയുടെ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഓരോ ടേബിൾ സ്പൂണായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചൂട് തട്ടുമ്പോഴത്തേക്ക് പഞ്ചസാര നന്നായിട്ട് ഉരുകി വരും. അപ്പോൾ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2ാമത്തെ ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇത് കട്ട കെട്ടാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തരികളൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ടിത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു മോൾഡിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് മോൾഡ് എന്ന് പറയുന്നത് സിലിക്കണിൻ്റെ മോൾഡ് എടുക്കാം, അല്ലെങ്കിൽ ഐസ് ട്രേയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലൊരു സിലിക്കണിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിറച്ച് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതിയാകും. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഈ ഒരു ചോക്ലേറ്റിൽ വെളിച്ചെണ്ണയുടെ ചുവ ഒട്ടും തന്നെ ഇല്ല, നമ്മൾ ബട്ടർ ചേർത്തിരിക്കുന്ന കാരണം. അപ്പം വെളിച്ചെണ്ണ മാത്രം ചേർക്കുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണയുടെ ഒരു ചുവ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ ചേർത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഈ പാൽപ്പൊടിയുടെയും അതുപോലെ തന്നെ ബട്ടറിൻ്റെയും ടേസ്റ്റ് തന്നെ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ചോക്ലേറ്റിന് കൊടുക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്